ശരി, അതിനാൽ ഞാൻ ഇന്ന് ലീനിയർ വെക്റ്റർ സ്പേസ് ആണ് നോക്കാൻ പോകുന്നത്. കൂടാതെ അത് ക്വാണ്ടം മെക്കാനിക്സിലെ പ്രധാന തീമാണ്. നമ്മൾ ഒരു നൊട്ടേഷനോ ഭാഷയോ യാന്ത്രികമായി പിന്തുടരാൻ പോകുന്നു. നിങ്ങൾ ഈ ഭാഷ ഉപയോഗിക്കേണ്ടതുണ്ട്. അതിനാൽ നിങ്ങളുടെ കൺവെൻഷണൽ 3 ഡൈമെൻഷനുകളുമായി സാമ്യത കാണിച്ച് ഞാൻ ഈ ഭാഷയിൽ പതുക്കെ പോകും. കൺവെൻഷണൽ 3 ഡൈമെൻഷനിൽ ചില പ്രശ്നങ്ങൾ ഇതിനകം നൽകിയിട്ടുണ്ട്. ശരി, എന്തിനാണ് 3 ഡൈമെൻഷണൽ സ്പേസ് വെക്റ്റർ സ്പേസ് എന്ന് വിളിക്കുന്നത്? അതിനാൽ നമുക്ക് രണ്ട് വെക്റ്ററുകളുടെ ലീനിയർ കോമ്പിനേഷൻ ഉണ്ട്. ലീനിയർ വെക്റ്റർ സ്പേസിന്റെ ഒരു എലമെന്റ് ആയ മറ്റൊരു വെക്റ്റർ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ഞാൻ അതിനെ ക്യാപിറ്റൽ വി എന്ന് വിളിക്കാം. അതിനാൽ വെക്റ്ററുകളുടെ സെറ്റ് ഒരു സ്പേസിലേതാണ്. അതിനെ ഞാൻ വെക്റ്റർ സ്പേസ് വി എന്ന് വിളിക്കുന്നു. കൂടാതെ എ പ്ലസ് ബി എന്നത് സി ആയിരിക്കണം. ചില സ്കൈലർ എ പ്ലസ് ബിയെ ഗുണിക്കുന്നു. അപ്പോൾ അത് ശരിയാണോ എന്ന് തൃപ്തിപ്പെടുത്തും. അത് കൂടാതെ എ പ്ലസ് ബി പ്ലസ് സിയും ഉണ്ട്. അത് അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടിയെയും വെക്റ്റർ അഡിഷനെയും തൃപ്തിപ്പെടുത്തുന്നു. അവ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഓർഡറിന്റെ അടിസ്ഥാനം ഒരു പ്രശ്നമല്ല. ഓക്കെ, അതിനാൽ നിങ്ങൾ സംതൃപ്തമായ ഈ പ്രോപ്പർട്ടികളെ ഈ ഘട്ടത്തിൽ ഒരു ലീനിയർ വെക്റ്റർ സ്പേസ് എന്ന് വിളിക്കുന്നു. ഇത് നിങ്ങളുടെ 3 ഡൈമെൻഷണൽ ലോകത്ത് സംതൃപ്തരാണ്. ശരി, നിങ്ങൾ ഒരു ആർബിട്രറി വെക്റ്റർ ആർ നൽകിയാൽ കണ്ടീഷൻ ഉണ്ട്. ഞാൻ ഇത് എന്നെഴുതിയാൽ അതിനാൽ അവ ഓരോന്നും നൽകിയിട്ടുണ്ടെന്ന് കരുതുക. ഈ ആർബിട്രറി വെക്റ്റർ ആർ ആ വെക്റ്ററുകളുടെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സെറ്റ് വെക്റ്ററുകൾ എ ബി സി കൂടാതെ ആർ എന്നിവ നൽകിയാൽ ആർ ഏതെങ്കിലും ലീനിയർ കോമ്പിനേഷൻ ആണെങ്കിൽ Cn, അല്ലെങ്കിൽ ഞാനിത് എ പ്ലസ് ബി ടൈംസ് ബി പ്ലസ് സി ടൈംസ് സി ആയി എഴുതട്ടെ. കൂടാതെ ഈ കോഎഫിഷ്യൻസ് എ ബി സി എന്നിവ 0 ആണെങ്കിൽ ഈ സെറ്റ് ഒരു ലീനിയർ ഇൻഡിപെൻഡന്റ് ആണെന്ന് നിങ്ങൾ പറയും. എ ബി സി എന്നിവ നോൺ സീറോ ആണെങ്കിൽ ഈ വെക്റ്റർ മറ്റ് വെക്റ്ററുകളെ ഡിപെൻഡന്റ് ആണ്. എല്ലാം നിങ്ങളുടെ മാത് കോഴ്സിൽ പഠിച്ചു അല്ലേ? അതിനാൽ ഇത് ഈ ആര് ലീനിയർ ഡിപെൻഡന്റ് ആണ്. എ എന്നത് ബിക്ക് തുല്യമല്ലെങ്കിൽ സി അക്ക് തുല്യമല്ലെങ്കിൽ 0 തുല്യമല്ല. എ ബി സി എന്നിവ ഈക്വൽ ആയിരിക്കാം, എന്നാൽ അവശേഷിക്കുന്ന സ്കാലർ കോഎഫിഷ്യൻസ് 0 അല്ല. അപ്പോൾ നിങ്ങൾ പറയും ഇത് ലീനിയർ ഡിപെൻഡന്റ് എന്ന് പറയും. ഓക്കെ, അതിനാൽ ഇത് ഒരു ഫ്ലോചാർട്ടിന്റെയോ ഒരു സെറ്റ് ഓഫ് പോയിന്റ്സിന്റെ രൂപമാണ്. അതിനാൽ നിങ്ങൾക്ക് ഈ ഫിസിക്കൽ സ്പേസിൽ കുറഞ്ഞത് 3 ഡൈമെൻഷണൽ സ്പേസ് നോക്കാം. നിങ്ങൾക്ക് ശരിക്കും എത്ര ലീനിയർ ഇൻഡിപെൻഡന്റ് വെക്റ്ററുകൾ ഉണ്ടായിരിക്കും? ഞാൻ ഇവിടെ 3 ഡൈമെൻഷണൽ വെക്റ്റർ സ്പേസ് അയച്ചിട്ടുണ്ട്. നമ്മൾ യാന്ത്രികമായി എക്സ് ആക്സിസ് വൈ ആക്സിസ് എന്നും സെഡ് ആക്സിസ് എന്നും സംസാരിക്കുന്നത് ഇതാണ്. പലപ്പോഴും നിങ്ങൾക്ക് ഡൈമെൻഷൻ എന്താണെന്ന് പോലും അറിയില്ല. നിങ്ങൾ അത് ജനറൽ ആയി കണ്ടുപിടിക്കേണ്ടതാണ്. ഓക്കെ, അതിനാൽ ഇവിടെ ഞാൻ പറഞ്ഞ നിർവചനമാണ് ലീനിയർ ഇൻഡിപെൻഡൻസ്. കൂടാതെ നിങ്ങൾക്ക് സ്പേസ് നൽകിയിട്ടുണ്ടോ എന്നും അറിയേണ്ടതുണ്ട്. നിങ്ങൾ എങ്ങനെ സ്പേസ് വ്യാപിപ്പിക്കും? ഓക്കെ, നിങ്ങൾ എങ്ങനെ സ്പേസ് വ്യാപിപ്പിക്കും? സ്പാൻ എന്നതിനർത്ഥം സ്പാനിംഗ് വെക്റ്റേഴ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ആർബിട്രറി വെക്റ്റർ എഴുതാൻ കഴിയണം എന്നാണ്. ഓക്കെ, നമുക്ക് പരിചിതമായ R3 എടുക്കാം എന്ന് കരുതുക. അതിനാൽ ഈ 3 ഡൈമെൻഷണൽ സ്പേസ് ചിലപ്പോൾ R3 എന്ന് വിളിക്കുന്നു. ഓക്കെ, R3 എന്നത് ഒരു നൊട്ടേഷനാണ്. ഈ 3 എക്സ് വൈ സെഡ് എന്നീ അക്ഷങ്ങളെ സൂചിപ്പിക്കുന്നു. ഓക്കെ, അതിനാൽ നിങ്ങളുടെ പരിചിതമായ യൂണിറ്റ് വെക്റ്റർ എന്ന് ഇവിടെ എഴുതാൻ ശ്രമിക്കണം.
EXEY സ്പാൻ ചെയ്ത സ്പേസ്. ശരിയാണ്. നമ്പർ. നിങ്ങൾ. EZ കൂട്ടേണ്ടതുണ്ട്. അത് സ്പേസിൽ സ്പാൻ ചെയ്യുന്നു. നിങ്ങൾക്ക് പൂർണ്ണമായും ഈ സ്പേസിൽ സ്പാൻ ചെയ്യുന്ന EXഉം EYഉം മാത്രമായി എഴുതാൻ പറ്റില്ല. നിങ്ങൾക്ക് EXEY എന്നിവ ലീനിയർ ഇൻഡിപെൻഡന്റ് ആണെന്ന് എഴുതാമായിരുന്നു. EXEY എന്നിവ ലീനിയർ ഇൻഡിപെൻഡന്റ് ആണ്. ആരും 3 സ്പേസ് സ്പാൻ ചെയ്യാൻ നിങ്ങൾക്ക് അവയിൽ 3 എണ്ണം ആവശ്യമാണ്. അതിനാൽ നിങ്ങൾക്ക് വെക്ടറുകളുടെ ഒരു സെറ്റ് ഉണ്ടായിരിക്കണം. അവ ലീനിയർ ഇൻഡിപെൻഡന്റ് ആണ്. കൂടാതെ എന്താണ് സ്പേസ് സ്പാൻ? ഇത് വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് സ്പേസിൽ സ്പാൻ ചെയ്യുന്ന വെക്ടറുകളുടെ ഒരു സെറ്റ് നോക്കാം. ഇത് മാത്രമല്ല, സ്പേസിൽ സ്പാൻ ചെയ്യുന്ന മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് നിർവചിക്കാമായിരുന്നു. ലീനിയർ ഇൻഡിപെൻഡന്റ് അല്ലാത്ത മറ്റെന്താണ്? EX പ്ലസ് EY എന്നത് സ്പേസ് സ്പാൻ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഇതിന് ചേർക്കാം. എന്നാൽ അവ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ? EZ തീർച്ചയായും സ്പേസ് സ്പാൻ ചെയ്യുന്നു, എന്നാൽ ഇൻഡിപെൻഡന്റ് അല്ല. ഓക്കെ. അതിനാൽ നിങ്ങൾക്ക് സ്പേസ് സ്പാൻ ചെയ്യുന്നതും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ ഒരു സെറ്റ് ആവശ്യമാണ്. അതിനാൽ 2 സാധ്യതകളുണ്ട്. നിരവധി സാധ്യതകൾ. യഥാർത്ഥത്തിൽ ധാരാളം സാധ്യതകൾ ഉണ്ട്. എനിക്ക് കഴിയും. നിങ്ങൾക്ക് EX EY EZ ഉണ്ടായിരിക്കാം. ഞാൻ L.I ലീനിയർലി ഇൻഡിപെൻഡന്റ് ആക്കും, കൂടാതെ സ്പേസ് സ്പാൻ ചെയ്യും. ഇതിന് EX പ്ലസ് EY റൂട്ട് 2 EX പ്ലസ് EY എന്നിവ റൂട്ട് 3 കൊണ്ട് ഹരിക്കാം. എന്തുകൊണ്ടാണ് ഞാൻ ഡിനോമിനേറ്റർ ഇടുന്നത്? അതിനാൽ അവ ഒരു യൂണിറ്റ് വെക്ടർ പോലെ ആകാം. ഇവ സ്പേസ് സ്പാൻ ചെയ്ത് കൊണ്ടിരിക്കുന്നു. അവ സ്പേസിലും സ്പാൻ ചെയ്തിരിക്കുന്നു. അവ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ? ആർബിട്ടറി വെക്ടർ 3ന്റെ ടേംസിൽ നിങ്ങൾക്ക് ഇത് എഴുതാം. അതിനാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ തുടരാൻ കഴിയുന്ന ലിസ്റ്റ് ചെയ്യാം. എന്നാൽ ഇതിൽ ചിലത് നിങ്ങൾ നോട്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? സ്റ്റേറ്റ്സിന്റെ എണ്ണം. അവ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്, കൂടാതെ സ്പേസ് സ്പാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലായ്പ്പോഴും ഒരുപോലെ. ശരിയാണ്. അതിനാൽ അടിസ്ഥാനം സംഖ്യയാണ്. അടിസ്ഥാന സെറ്റ് ആണ് യഥാർത്ഥത്തിൽ വെക്ടറുകൾ. അവ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്, കൂടാതെ സ്പേസ് ബേസിസ് സെറ്റ് സ്പാൻ ചെയ്യുന്നു. അതിനാൽ ഇത് ഒരു ബേസിസ് സെറ്റ് ആണ്. ഇത് രണ്ടാമത്തെ ബേസിസ് സെറ്റാണ്. കൂടാതെ ബേസിസ് സെറ്റും കൂടാതെ ബേസിസ് സെറ്റ് 1ഉം ബേസിസ് സെറ്റ് 2ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതിനാൽ ഇത് ഓർത്തോനോർമൽ ആണ്, ഓർത്തഗണൽ ആണ്. ഈ സെറ്റിലെ ഈ അടിസ്ഥാന വെക്ടറുകൾ വെക്ടർ ഓർത്തോഗണൽ ആണ്. എന്നാൽ ഇത് ഇപ്പോഴും വാലിഡ് ബേസിസ് സെറ്റ് ആണ്, എന്നാൽ ഓർത്തഗണൽ അല്ല. അത് ശരിയാണോ? ഇപ്പോഴും ഒരു വാലിഡ് ആയ സെറ്റ്, എന്നാൽ അത് ഓർത്തഗണൽ അല്ല. ഓക്കെ. അതിനാൽ നിങ്ങൾക്ക് ഏത് അടിസ്ഥാനത്തിലും പ്രവർത്തിക്കാൻ കഴിയും. ഒരു പ്രശ്നമല്ല. പക്ഷേ പരമ്പരാഗതമായി നമ്മൾ നമ്മളുടെ എല്ലാ വെക്ടർ കാൽക്കുലസും മറ്റും ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തഗണൽ ബേസിസ് സെറ്റിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നു.
ബേസിസ് സെറ്റ് എന്നത് ലീനിയർലി ഇൻഡിപെൻഡന്റും സ്പേസ് സ്പാൻ ചെയ്യുന്നതുമായ ഇൻഡിപെൻഡന്റ് വെക്റ്ററുകളുടെ ഒരു സെറ്റാണ്. ബേസിസ് സെറ്റിലെ അത്തരം വെക്റ്ററുകളുടെ എണ്ണം വിയുടെ ഡൈമെൻഷൻ ആണ്. ഇവിടെ ഞാൻ ഈ വെക്റ്റർ സ്പേസ് ഒരു 3-ഡൈമെൻഷണൽ ഫെമിലിയർ R3 ആയി എടുത്തിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ നൽകുന്നതെന്തും ഈ സംഖ്യ മാറുന്ന ഒരു ആർബിട്ടറി വെക്റ്റർ സ്പേസിലേക്ക് വിപുലീകരിക്കാം. അത് 3 ആകാൻ പാടില്ല, പലതുമാകാം. എന്നാൽ ഈ പ്രോപ്പർട്ടീസിനെ തൃപ്തിപ്പെടുത്തുന്നതിന് അവ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഏതെങ്കിലും ആർബിട്ടറി വെക്റ്റർ ഇത് സെറ്റിന്റെ ഒരു ലീനിയർ കോമ്പിനേഷനായി എഴുതാൻ എനിക്ക് കഴിയണം. അതിനാലാണ് അതിനെ സ്പേസ് സ്പാൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് 2 കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ മിനിമൽ സെറ്റിനെ ബേസിസ് സെറ്റ് എന്ന് വിളിക്കുന്നു. കൂടാതെ ആ ബേസിസ് സെറ്റിലെ വെക്റ്ററുകളുടെ എണ്ണം വെക്റ്റർ സ്പേസിന്റെ ഡൈമെൻഷൻ നിർവചിക്കുന്നു. ഓക്കെ. അതിനാൽ ഒരു വെക്റ്റർ സ്പേസ് നൽകിയാൽ, ഉദാഹരണത്തിന് R3, നിങ്ങൾക്ക് ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്റ്റർസ് കണ്ടെത്താനാകും. നിങ്ങൾക്ക് 2 ലീനിയർ ഇൻഡിപെൻഡന്റ് ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് 3 ലീനിയർ ഇൻഡിപെൻഡന്റ് ആകാം. പക്ഷേ ഇത് രണ്ടും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ഉറപ്പുവരുത്തണം. അത് മുഴുവൻ സ്പേസ് സ്പാൻ ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആർബിട്ടറി വെക്റ്റർ നിങ്ങൾക്ക് അത് സാധ്യമല്ലാത്ത 2 ലീനിയർ ഇൻഡിപെൻഡന്റ് വെക്റ്ററുകളുടെ അടിസ്ഥാനത്തിൽ എഴുതാമോ? അതിനാൽ നിങ്ങൾ രണ്ടും സ്പേസ് സ്പാൻ ചെയ്യുന്നതിന്റെ കണക്ക് എടുക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്റ്ററുകളുടെ എണ്ണവും. തുടർന്ന് ലീനിയർലി ഇൻഡിപെൻഡന്റ് ശേഖരം സ്പേസിൽ സ്പാൻ ചെയ്യുന്നു. അതിനാൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്റ്ററുകൾ അവ ഏത് പരിധിവരെ സ്പാൻ ചെയ്യുന്നുവോ അത് ബേസിസ് സെറ്റിനെ നിർവചിക്കുന്നു. ബേസിസ് സെറ്റിലെ വെക്റ്ററുകളുടെ എണ്ണം വെക്റ്റർ സ്പേസിന്റെ ഡൈമെൻഷൻ നിർവചിക്കുന്നു. അപ്പോൾ അടുത്ത ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം, ഒരു വെക്റ്ററിന്റെ ലെങ്ത് എത്രയാണ്? നിങ്ങളുടെ വെക്റ്റർ കാൽക്കുലസിൽ ഇത് എങ്ങനെ ചെയ്യാം? നിങ്ങൾക്ക് ഒരു വെക്റ്റർ എ നൽകുമ്പോഴെല്ലാം നിങ്ങൾക്ക് വെക്റ്ററിന്റെ ലെങ്ത് കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ ഒരു ഡോട്ട് എ നിർവചിച്ച് സ്ക്വയർ റൂട്ട് എടുക്കുക. ഇതാണ് വെക്റ്റർ എയുടെ ലെങ്ത് എന്ന് നിങ്ങൾ പറയും. ഇത് ഔപചാരികമായി ചിലപ്പോൾ മാനദണ്ഡമായി എഴുതപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ മാനദണ്ഡം എന്ന് വിളിക്കുന്നത്. ഇത് എ ഡോട്ട് എയുടെ സ്ക്വയർ റൂട്ട് അല്ലാതെ മറ്റൊന്നുമല്ല. ചിലപ്പോൾ ആളുകൾ ഈ വെക്റ്റർ കാൽക്കുലസിൽ വെക്റ്റർ എയുടെ മാഗ്നിറ്റ്യൂഡ് എന്നും എഴുതുന്നു, അല്ലേ? എന്നാൽ ഈ പ്രക്രിയയിൽ ഇവിടെ ചില ആശയങ്ങൾ കൊണ്ടുവന്നു. ഞാൻ ഒരു ഡോട്ട് പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നു, അല്ലേ? ഞാൻ ഡോട്ട് പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഡോട്ട് പ്രോഡക്റ്റിന്റെ പ്രോപ്പർട്ടി എന്താണ്? ഞാൻ ഒരു വെക്റ്റർ എയും മറ്റൊരു വെക്റ്റർ ബിയും എടുക്കുകയാണെങ്കിൽ, ഞാൻ എ ഡോട്ട് പ്രോഡക്റ്റിൽ ഇടുകയാണെങ്കിൽ, ഇത് എനിക്ക് ഒരു സ്കെയിലർ നൽകും. എന്താണ് സ്കെയിലർ? നിങ്ങളുടെ വെക്റ്റർ എ തിരിക്കുകയും നിങ്ങളുടെ വെക്റ്റർ ബി അതേ കോണിൽ തിരിക്കുകയും ചെയ്താൽ സ്കെയിലർ ഒന്നാണ്. ഡോട്ട് പ്രോഡക്റ്റ് അതേപോലെ നിലനിൽക്കും, കാരണം ആ രണ്ടും തമ്മിലുള്ള കോണും ഒന്നുതന്നെയാകും. ഓക്കെ. അതിനാൽ അതുകൊണ്ടാണ് വെക്റ്ററിനെ വെക്റ്റർ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഒരു റൊട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെ പരിവർത്തനം ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം. വെക്റ്ററെ റൊട്ടേഷന് കീഴിൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ വെക്റ്ററിനെ ഒരു ദിശയിലേക്ക് പോയിന്റ് ചെയ്യുകയാണെന്ന് കരുതുക. ചില ആക്സിസിന്റെ ഒരു കോണിൽ റൊട്ടേഷൻ ചെയ്യുമ്പോൾ അത് എങ്ങനെ രൂപാന്തരപ്പെടുമെന്ന് നിങ്ങൾക്കറിയാം. അതിനാൽ ഇത് റൊട്ടേഷന് കീഴിൽ ഒരു പുതിയ വെക്റ്റർ ആയി മാറും. എ ഒരു പുതിയ വെക്റ്റർ ആയി മാറുന്നു, ബി ഒരു പുതിയ വെക്റ്റർ ആയി മാറും, പക്ഷേ എ ഡോട്ട് ബി അതേപോലെ നിലനിൽക്കും.
അതിനാൽ ഇത് ഒരു സ്കെയിലറാണ്. ബി എന്നത് എക്ക് തുല്യമാകുമ്പോൾ വെക്ടറിന്റെ ലെങ്ത് അല്ലെങ്കിൽ വെക്ടറിന്റെ മാനദണ്ഡം നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ വെക്ടറുകൾ, വെക്ടറിന്റെ ലെങ്ത്, വെക്ടറിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്നിവ 3 ഡൈമെൻഷൻ ഒരു ഹാൻഡിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് ഇവ. ഒരു അബ്സ്ട്രാക്ട് നൊട്ടേഷനിലേക്ക് എങ്ങനെ പോകാം എന്നതാണ് നമ്മൾ ഇപ്പോൾ കാണേണ്ടത്. ഓക്കെ, 3 ഡൈമെൻഷണൽ R3 എന്ന ഈ അറിവ് ഉപയോഗിച്ച് AV എന്ന ഒരു അബ്സ്ട്രാക്ട് ലീനിയർ വെക്റ്റർ സ്പേസിലേക്ക് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ബേസിസ് സെറ്റ് എങ്ങനെ കണ്ടെത്താം? ആ ബേസിസ് സെറ്റിലെ വെക്ടറുകളുടെ ആ സെറ്റിലെ ബേസുകളുടെ അടിസ്ഥാന സെറ്റ് നമ്പർ നോക്കുന്നത് വെക്ടർ സ്പേസിന്റെ ഡൈമെൻഷൻ നൽകും. ഒരു ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെ നിർവചിക്കാം? ഒരു അബ്സ്ട്രാക്ട് ലീനിയർ വെക്റ്റർ സ്പേസിൽ ഡോട്ട് പ്രോഡക്റ്റിനെ എന്താണ് വിളിക്കുന്നത്? ഒരു ലീനിയർ വെക്റ്റർ സ്പേസിൽ വെക്ടറിന്റെ ലെങ്ത് കണ്ടെത്തുക. അതിനാൽ നമ്മൾ ഒരു ഹാൻഡിൽ ഓഫ് നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണിവ. അതിനെ ക്വാണ്ടം മെക്കാനിക്സിലെ ഒരു ഉപകരണമായി വിളിക്കുന്നു. ഉപകരണം നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വൃത്തിയിലും വ്യക്തമായും ചെയ്യാൻ കഴിയും. അതാണ് നമ്മൾ മിക്ക ആളുകളും ലോകത്ത് പിന്തുടരുന്ന സാർവത്രിക ഭാഷ. കൂടാതെ നിങ്ങൾ ആ നൊട്ടേഷൻ പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, മനസ്സിലായോ? നൊട്ടേഷൻ ഇട്ടത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അതിനാൽ ഞാൻ അബ്സ്ട്രാക്ട് സ്പേസിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് സാമ്യം വ്യക്തമാകും. ശരി, അതിനാൽ ഒരു വെക്ടറിന്റെ മാനദണ്ഡം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. വെക്ടറിന്റെ ലെങ്ത്, മോഡ്, മാഗ്നിറ്റ്യൂഡ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അത് ഒരിക്കലും നെഗറ്റീവ് ക്വാണ്ടിറ്റി അല്ല. അതിനാൽ ഈ ഡോട്ട് ഉൽപ്പന്നത്തെ ചിലപ്പോൾ ഒരു ഇന്നർ പ്രോഡക്റ്റ് ആയി വിളിക്കുന്നു. ക്വാണ്ടം മെക്കാനിക്സിലെ മിക്ക സമയവും ഇതിനെ ഡോട്ട് പ്രോഡക്റ്റ് ആയി നമ്മൾ വിളിക്കാറില്ല. നമ്മൾ അതിനെ ഒരു ഇന്നർ പ്രോഡക്റ്റ് ആയി വിളിക്കുന്നു. ശരി, നമ്മൾ അതിലേക്ക് വരും. ഇന്നർ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഒരു സ്കെയിലർ നൽകും. അത് നമ്മൾ കണ്ട ഡോട്ട് പ്രോഡക്റ്റ് സ്കെയിലർ നൽകുന്നു. കൂടാതെ നമ്മൾ ഇത് ഒരു ഇന്നർ പ്രോഡക്റ്റ് ആയി വിളിക്കുന്നു.